അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിപ്രിയ ജസി ജോർജ് ആന്റിയാണ്. കഴിഞ്ഞ 40-ലധികം വർഷമായി ഉത്തർപ്രദേശിലും വടക്കേന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ ഭാഗമായി മിഷണറി ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവദാസിയുടെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ വാത്സല്യ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മിഷണറി ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ ഒരുപാട് അനുഭവങ്ങൾ കർത്താവിന്റെ ദാസി ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നു. അത് ഏവർക്കും ഒരു അനുഗ്രഹവും പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ജസി ജോർജ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് അരോമ ടി വിയിൽ കർത്താവ് തന്നു. കർത്തൃദാസിനെ ഞാൻ ഹൃദയത്തിൽ നന്ദി അറിയിക്കുന്നു. അവരെ എനിക്കിങ്ങനെ ഒരു അവസരം കർത്താവ് നൽകി തന്നതാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയുവാൻ കർത്താവിനെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജെസ്സി ജോർജ്. ഞാനിപ്പോൾ കാൺപൂരിൽ ഉത്തർപ്രദേശിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേരളത്തിൽ കൊല്ലക കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. എൻ്റെ കുട്ടിക്കാലം എൻ്റെ കുറച്ച് നാൾ എൻ്റെ അമ്മ വീട്ടിലും ബാക്കി കാലം എൻ്റെ പപ്പായുടെ മമ്മിയുടെയും കൂടെ ഞാനായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയൊന്നും അല്ല, സാധാരണ ഒരു ചർച്ചിൽ പോകുന്ന വിശ്വാസിയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഞാൻ ആയിരിക്കുമ്പോൾ അവർ നല്ലൊരു സുവിശേഷ ബോധമുള്ളവരായിരുന്നു. അവർ കർത്താവിന് വേണ്ടി എവിടെ കൺവെൻഷൻ ഉണ്ടായാലും പോകുമായിരുന്നു. അതെനിക്കിപ്പോഴും ചെറിയ ഓർമ്മ ഇതാ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത സമയത്ത് ഈ ചൂട്ട് കത്തിച്ച് ഓലയുടെ ഉണങ്ങിയ ഇലയെല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് ചൂട്ട് കത്തിച്ച് അതിൻ്റെ പുറകിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് കൺവെൻഷനൊക്കെ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ വീട്ടിൽ കുറച്ച് നാൾ നിൽക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സുവിശേഷ വേലയിൽ താല്പര്യമുള്ളവരായിരുന്നതുകൊണ്ട് അവർ എവിടെ മീറ്റിംഗ് ഉണ്ടായാലും പോകുമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പോയി യേശുവിനെ കുറിച്ച് കേൾക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ചെറു പ്രായത്തിൽ. അതിനുശേഷം ഞാൻ 8ാം ക്ലാസ് തൊട്ട് എൻ്റെ ഭവനത്തിൽ ഞാൻ വന്ന് താമസിച്ചു. അങ്ങനെ ചർച്ച് പോകുന്നെങ്കിലും പെന്തക്കോസ് വിശ്വാസി അല്ലായിരുന്നു. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ പറയാനായിട്ടുള്ളത്, എൻ്റെ വല്യമ്മച്ചി, എൻ്റെ പപ്പായുടെ അമ്മച്ചി പെന്തക്കോസ് വിശ്വാസിയായിരുന്നു. അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ താമസിക്കുമായിരുന്നു. അമ്മച്ചി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് അമ്മച്ചിയുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ആ സമയത്ത് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് അമ്മച്ചി എഴുന്നേറ്റിരുന്ന് ഭയങ്കര ഉറക്കം അങ്ങ് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും പറയത്തില്ല. എന്നാലും ആ ദേഷ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാൻ കൊടുക്കാതെ ഇങ്ങനെ രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയുടെ ഫലം ആണ് ഞങ്ങളൊക്കെ ഈ തരത്തിൽ കർത്താവിനെ അറിയുവാനും വിശ്വാസി വരുവാനും അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും യേശുവിനെ കാണുവാനായിട്ട് ഇടയാത്തിരുന്ന എൻ്റെ വല്യമ്മച്ചിയുടെ, എൻ്റെ പപ്പായുടെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. അമ്മച്ചി ഇരുന്ന് രാത്രിയിൽ ഇങ്ങനെ നിലവിളിച്ചങ്ങ് പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടി. ആ പ്രാർത്ഥന ഇത് ഞങ്ങളെ എല്ലാവരും കർത്താവിൻ്റെ വേലയിലും ആക്കിയിരിക്കുന്നു. കർത്താവിനെ അറിയുവാനിടയായിത്തീർന്നു. ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലാകാനും കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വല്യമ്മച്ചി, എൻ്റെ അമ്മയുടെ പപ്പായും മമ്മിയുടെ കൂടെ ഞാൻ കുറച്ച് നാൾ നിന്നു. അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ 8ാം ക്ലാസ് തൊട്ട് എൻ്റെ വീട്ടിൽ പഠിച്ചു.
കോളേജിൽ പഠനവും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ആം, പിന്നെ അത് ഇടയ്ക്ക് ഒരു സമയം ഓപ്പറേഷൻ മൊബിലൈസേഷന് ചെറിയ 2 വീക്സ് വരെ പോകാൻ വേണ്ടി 2 ആഴ്ചയൊക്കെ പോയി ഇങ്ങനെ ഔട്ട്റീച്ച് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഏഹ്, ഒരു സന്ദർഭം എനിക്ക് ലഭിച്ചു. അതെൻ്റെ അമ്മാച്ചൻ്റെ മൂലമാണ്. അമ്മാച്ചൻ ഒരു സമയത്ത് സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചെറിയ അവസരം കർത്താവിൻ്റെ വേലയിൽ ചെയ്യുവാൻ തക്കോണം. അന്നൊന്നും എനിക്ക് അത്തരമൊന്നും സുവിശേഷ വെളിച്ചമൊന്നും ഇല്ലെങ്കിലും ഇത്രയും ഒക്കെ ചെയ്യുവാൻ ഞാൻ ഇങ്ങനെ ഔട്ട്റീച്ച് ചെയ്യാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു. ഞാൻ ഒരു നല്ല ഒരു വിശ്വാസി എന്ന് പറയാൻ വേണ്ടി ഇല്ല. ഞാൻ പെന്തക്കോസ്ത് വിശ്വാസിയല്ല. യേശുവിനെ അറിയാം എന്ന് മാത്രമല്ലാതെ എനിക്ക് അധികമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഇതൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ പട്ടാൻകോട്ട് ഞാൻ എത്തി. പട്ടാൻകോട്ട് ഞങ്ങൾ എത്തിയപ്പോഴ് തണുപ്പ് സമയത്ത് ഞാൻ ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. ആ തണുപ്പൊക്കെ സഹിക്കാനും പിന്നെ കർത്താവിൻ്റെ വേലയിലാണല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ വന്നതാ. പക്ഷെ കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള വലിയൊരു തീഷ്ണതയൊന്നും ഉള്ള സമയമല്ല. അന്ന് എനിക്ക് ഇല്ല അന്ന്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പീജിയങ്ങളിലേക്ക് വീട്ടിൽ വന്ന് അവരുടെ കൂടായിരുന്നു. ഒരു 4 മാസം ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ എന്ന് രാവിലത്തെ ഡിവോഷൻ, ആ ഡിവോഷൻ്റെ കാര്യം എനിക്കൊന്ന് പറയണം. ഞങ്ങൾ ഡിവോഷൻ ഇരിക്കുമ്പോൾ എല്ലാവരും അന്യഭാഷയിലൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. അയ്യോ കർത്താവേ, എനിക്ക് അന്യഭാഷയില്ല, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നത്, എനിക്ക് പറയാനൊക്കുന്നില്ല എന്നൊക്കെയുള്ള ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയുമായിരുന്നു. ആ സമയത്ത് ഒരു ഏപ്രിൽ മാസമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനുവരിയിലാണ് എത്തിയത്. ഏപ്രിൽ ഒരു 4-5 ആയപ്പോൾ ഞങ്ങൾക്ക് കൺവെൻഷൻ അവിടെ കൺവെൻഷൻ നടക്കാൻ ഇടയായത്. എല്ലാ വർഷവും ആ സമയത്ത് നടക്കുമായിരുന്നു. ഏപ്രിൽ കൺവെൻഷൻ, വലിയൊരു കൺവെൻഷൻ പന്തലൊക്കെ ഇട്ടിറങ്ങി. അന്നേരം പാസ്റ്റർ KC ജോൺ ജോയ് നീരാറ്റുപുരം പാസ്റ്ററൊക്കെ അവിടെ പ്രസംഗിക്കാൻ വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ദൈവത്തിന് വലിയ അനുഗ്രഹം. പക്ഷെ ഞാൻ എനിക്ക് അഭിഷേകം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പറയുമായിരുന്നു, കർത്താവെ, എല്ലാവരും അഭിഷേകത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടിയിട്ടില്ല കർത്താവെ. അങ്ങനെ ഞാനിങ്ങനെ കർത്താവിനോട് പറയും. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരാധനയിൽ ഞാനിങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട്, ഞാൻ അറിയാതെ ഞാൻ അവിടെ നിന്ന് ഒത്തിരി കർത്താവിനെ സ്തുതിച്ച് അന്യഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. എനിക്കതൊന്നും അത്രയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഇത് അന്യഭാഷയാണെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. എന്നാലും എനിക്ക് കർത്താവ് എനിക്ക് അന്യഭാഷ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ കൃപയിൽ തന്നെ ഇരിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ പറയുവാണെങ്കിൽ എൻ്റെ വല്യമ്മച്ചി പെന്തക്കോസ്ത് സഭയിലായിരുന്നു. അവിടെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരോട് ഭയങ്കര വെറുപ്പായിരുന്നു. അവരൊക്കെ എന്തോ ഈ പറയുന്നത്, അവരുണ്ടാക്കി ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്തോ ഈ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നെങ്കിൽ അത് ശരിയായിട്ട് പറഞ്ഞുകൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ അന്യഭാഷയിലൊക്കെ പറയുന്നവരോട് വെറുപ്പ് തോന്നിയ വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെയും തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വാസ്തവത്തിൽ എന്തുവാ അന്യഭാഷ, എന്തുവാ ക്രിസ്ത്യ ജീവിതം, എന്തുവാ പെന്തക്കോസ്ത് വിശ്വാസം, എന്തുവാന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ പട്ടാൻകോട്ട് കർത്താവിൻ്റെ വേലയിൽ ഓഫീസ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡും അവിടെ ഓഫീസിലായിരുന്നു. അന്നേരം ആ സമയത്ത് എത്ര മാത്രം ലെറ്റേഴ്സ് അയക്കുന്നതും പിന്നെ മെസ്സഞ്ചറും ഇതിൻ്റെ എല്ലാം അഡ്രസ്സ് ഇടുന്ന ജോലിയായിരുന്നു എനിക്ക് പട്ടാൻകോട്ട്. അത് ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുവാൻ തക്കണം കർത്താവ് എന്നെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പം ഭയങ്കര സന്തോഷം. ആ സമയത്തൊക്കെ ഞാനന്ന് എൻ്റെ ഒരു ജോലിയാന്നൊക്കെ ഓർത്ത് ചെയ്തത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എൻ്റെ കർത്താവ് എന്നെക്കൊണ്ട് ചെയ്യിച്ചതാ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണെന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം ഒത്തിരി നന്ദി കൊണ്ട് നിറയുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പട്ടാൻകോട്ടത്ത് ഞങ്ങളെ ഡൽഹിയിലോട്ട് പീജിയങ്ങളൊക്കെ വിട്ടു. അവിടെ വന്നതിന് ശേഷം പീജിയങ്ങളിലൊക്കെ താമസിക്കാൻ വേണ്ടി ഭവനം നോക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളെ വിട്ടത്. അങ്ങനെ ഒരു വളരെ ചെറിയൊരു ഭവനമാണ് അവർക്ക് വേണ്ടി കിട്ടിയത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് 1 വർഷത്തേക്ക് ന്യൂസിലൻഡിൽ പോയി, ഞാൻ കേരളത്തിൽ പോയി. അങ്ങനെ അവിടെ
11 മാസം കഴിയുമ്പോൾ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചു. അങ്ങനെ ഞാൻ കേരളത്തിലായിരുന്നു. അദ്ദേഹം ന്യൂസിലൻഡിലായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഡൽഹിയിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം ഞങ്ങളെ ഇങ്ങ് കാൺപൂരിലോട്ട് അയച്ചു. അങ്ങനെ കാൺപൂർ യുപിയിലോട്ട് ഇവിടുത്തെ സേവകായിക ചുമതലയെടുക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിനെ വിട്ടു. അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ വളരെ പലവിധമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പറയാൻ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അറിയാമല്ലോ, കാൺപൂർ എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി മിഷണറിമാരെയൊക്കെ കൊന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പേരും എല്ലാം ഫ്യൂണറൽ നടത്തുന്ന ഞങ്ങൾ ചുണ്ണിയഞ്ചി ചെല്ലുവാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ കാൺപൂരിൽ ഞങ്ങൾ വന്നത്. അന്നേരം കർത്താവിൻ്റെ പേരിൽ ഇവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഒരു ഇച്ചിരി പ്രയാസത്തോടു കൂടിയോ ഇച്ചിരി ഭയത്തോടു കൂടിയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ഒരു സന്ദർഭങ്ങളാണ്. എന്നാൽ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ വന്നതിന് ശേഷം ഈ അമർ ഉജാല പേര് പറഞ്ഞുകൂടായിരിക്കും, ഒരു പത്രമൊക്കെ ഞങ്ങൾക്കെതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതി വിട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും ഇങ്ങനെ ഇവിടെ ഒത്തിരി പേരെ ഇത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു, സ്നാനപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞ് അങ്ങനെ ഒരു അര പേജിലെ ഫോട്ടോ സഹിതം ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ദൈവം ഞങ്ങളെ കടത്തിവിട്ട വഴികളാണെങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നു എന്ന് കാണിക്കത്തക്കോണം കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നു. വാസ്തവത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ കൂടെ ഇരുന്ന് വഴി നടത്തും എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളെങ്ങും തളരാതെ വണ്ണം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തി. പാസ്റ്റർ, ഹല്ലേലൂയ. അതിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മോന് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പേ കർത്താവ് തന്നായിരുന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലൻഡിൽ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് 2 പെൺമക്കളെയും കൂടെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇവിടെ ഞങ്ങൾ 1996 തൊട്ട് ഞങ്ങൾ ഈ കാൺപൂരിലെ പ്രദേശത്തായിരിക്കുന്നു. ആ സമയത്തൊക്കെ 2000 വരെ എൻ്റെ ഹസ്ബൻഡ് യുപിയിലെ വേലയുടെ ചുമതല എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ചർച്ച് മാത്രം, ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ ചർച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, അദ്ദേഹം ആ സമയത്തൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2-3 വർഷമായിട്ട് ശരിക്കും ബെഡിലാണ്. ഇപ്പം ബെഡ് റിട്ടേണായിട്ട് ആയിരിക്കുകയാണ്. എന്നാലും കർത്താവിൻ്റെ കൃപ മകനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു. അദ്ദേഹത്തെ പരിചരിക്കുവാൻ വേണ്ടി ഞങ്ങളെയും കർത്താവ് സഹായിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു ഭംഗവും വരാതെ വണ്ണം കർത്താവ് കാത്തു എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഏത് ഉദ്ദേശത്തോടു കൂടി ഞങ്ങളെ ഈ കാൺപൂരിലോട്ട് കൊണ്ടുവന്നോ ആ ഉദ്ദേശം കർത്താവ് സാധിച്ചുകൊണ്ടിരിക്കുക. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വിശ്വാസികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് ചെറിയൊരു ചർച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ചർച്ച് വലുതാക്കി എൽ ഷേപ്പിലെ ഒരു ചർച്ച് ഇപ്പം ഇവിടെ ഉണ്ട്. അനേകർ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളുടെ കൂടെ വേല ചെയ്യുവാനൊക്കെ കർത്താവ് സഹായിച്ചു. പിന്നെ 2000 മുതൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ ചർച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് UP ഡിവിഷൻ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പാസ്റ്റർമാർ വന്നെല്ലാം കർത്താവിൻ്റെ വേല നല്ലപോലെ നടക്കുന്നു. ഈ ചർച്ചിനെ നോക്കുവാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അനേകർ വന്നിട്ടുണ്ട്. അനേക പാസ്റ്റർമാർ വന്ന് സ്നാനപ്പെട്ടവർ പാസ്റ്റർമാരായിട്ട് പുതിയ ചർച്ചകൾ തുടങ്ങി. ഇവിടെ കാൺപൂരിൽ പല ചർച്ചിലും നോക്കുവാണെങ്കിൽ ഇവിടുന്ന് പോയാൽ അതൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കൂടെ അല്ലെങ്കിലും അവർ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ അല്ല, അവർ തന്നെ സ്വന്തം ഒത്തിരി പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാസ്റ്റർമാരായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. ഇപ്പോഴും കർത്താവ് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ,
ഞങ്ങളെന്തോ തെറ്റ് ചെയ്തിട്ടാ ഈ ആൾക്കാര് വന്ന് സ്നാനമൊക്കെ സ്വീകരിച്ചിട്ട് ഇവിടുന്ന് പോവാണല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലൊരു വിഷമം വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറയാ, "നീ നോക്ക് നിന്റെ ചർച്ച നിറഞ്ഞിരിക്കുവല്ലേ. പൊയ്ക്കോട്ടെ. പുതിയ ആൾക്കാര് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിന് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു." അതിനുശേഷം ഞാൻ ഇതുവരെ കർത്താവിനോട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. കർത്താവേ എന്തുകൊണ്ട് ഇവരിങ്ങനെ വിട്ടുപോകുന്നു? അവര് പോട്ടെ. അവര് പോയി വേറെ ആൾക്കാര് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ ആൾക്കാരെ കർത്താവ് ഈ സമയം വരെയും പുതിയ ആൾക്കാരെ ഈ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ ലോക്കൽസിനെ ഈ ചർച്ചിൽ കൊണ്ടുവരുന്നു. ഞങ്ങൾക്ക് ഒരു മലയാളി പോലും ഇല്ല. ഞങ്ങൾക്ക് മലയാളം പറയാൻ ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. ഒരു മലയാളി പോലും ഈ ചർച്ചിലില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും എയർപോർട്ടിൽ നിന്നെങ്ങാനും വന്നാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവരുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയാ വേറെ ആരുമില്ല. അതുകൊണ്ട് ആരും മലയാളികൾ ഈ ചർച്ചിലില്ല. ഇവിടുത്തെ ലോക്കൽസ് മാത്രം ആ ചർച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുക. അത് കാണുമ്പോൾ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമ്മള് മലയാളികൾക്ക് വേണ്ടിയല്ല, മലയാളികൾക്ക് വേണ്ടി ഒത്തിരി ചർച്ചുണ്ട്. മലയാളി ചർച്ചുണ്ട്. നമ്മള് ഈ ലോക്കൽസിനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി വന്നതാ. ആ കർത്താവ് അത് നമുക്ക് ചെയ്തു തരും. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ഗാവുകളിലൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ട് അന്നൊക്കെ ഒത്തിരി പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് അധികം ഞാൻ പോകാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സുവിശേഷം പറയുവാൻ. എനിക്ക് രണ്ടുപേരെങ്കിലും ഒരാളെ കിട്ടിയാലും എനിക്ക് സുവിശേഷം പറയാൻ ഭയങ്കര ആഗ്രഹം. ഇപ്പോഴും അങ്ങനെ ചർച്ചിലാണെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് അവരോട് സുവിശേഷം പറയാൻ സഹായിക്കണേ. മിക്കവാറും ഞാൻ അവരെ വിളിച്ച് ഞാൻ തന്നെ സുവിശേഷം പറയാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം സുവിശേഷം അത് വളരെ അത്യാവശ്യം. ലോകത്തെ നേടുവാനായിട്ട് യേശുവിന് വേണ്ടി ജനങ്ങളെ നേടുവാനായിട്ട് നമുക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എവിടെ ചെന്നാൽ ഏത് നമ്മുടെ ചർച്ചിലെ ആൾക്കാര് പ്രോഗ്രാംസ് നടക്കുമല്ലോ, അവരുടെ ബർത്ത്ഡേ പാർട്ടിയും ഷാദിക്ക സാൽഗിര പറയുമല്ലോ, എന്തോ അവരുടെ കല്യാണത്തിന്റെ ആനിവേഴ്സറി ആയാലും എന്തോ ആയാലും ആ സമയത്തൊക്കെ ഒരു ഇച്ചിരി അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ കർത്താവിനെ കുറിച്ച് പറയും. യേശുവിൽ കൂടെയുള്ള ഉദ്ധാരം. കാരണം അവരുടെ വീട്ടിൽ വരുന്ന അന്യജാതിക്കാരാ മിക്കവാറും. അവർക്ക് കർത്താവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഭയങ്കര ആഗ്രഹം എനിക്ക്, ഭയങ്കര ഒരു ആവേശം. എനിക്കത് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു 10 മിനിറ്റെങ്കിലും യേശുവിനെ കുറിച്ച് പറയുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എനിക്ക് പറയുവാനായിട്ടുള്ള അവസരങ്ങൾ അവർ തരാറുണ്ട്. 2 വാക്ക് പറയുമ്പോൾ എനിക്ക് ഞാൻ സുവിശേഷം പറയാനായിട്ട് എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്. അത് കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇപ്പം പണ്ടത്തെ പോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കഷ്ടം എനിക്കുണ്ട്. ലാസ്റ്റ് ഇയറിൽ മെയ് മാസം 24-ാം തീയതി ഒരു വീഴ്ച വീണിട്ട് എൻ്റെ കാല് ഫ്രാക്ചറായി. എൻ്റെ ഹിപ്പ് ബോൺ പൊട്ടിപ്പോയി. ഹിപ്പ് ബോൺ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഇപ്പം അങ്ങനെ നടക്കാൻ കുഴപ്പമില്ല. എങ്കിലും പഴയതുപോലെ ഓടാനൊക്കുന്നില്ല. എല്ലായിടത്തും പോകാനായിട്ടൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ്. എന്നാലും കർത്താവ് എന്നെ സഹായിക്കുന്നു. കുഞ്ഞുങ്ങളൊന്നും എന്നെ അധികം ഒന്നും പോകാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. മമ്മി മതി പോകണ്ട എന്നൊക്കെ പറയും. എന്നാലും എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് കർത്താവിന് വേണ്ടി ഓടാൻ ആഗ്രഹിച്ചിരിക്കുക. ഞാൻ പറയും, ഇപ്പൊ 7 മാസമായി കഴിയുമ്പോൾ എനിക്ക് പോകണം, എല്ലായിടത്തും പോകണം. കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യാനൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ 1994 ഞങ്ങൾ ഇവിടെ വീണ്ടും വന്നു. ഈ കാൺപൂരിൽ ഞങ്ങൾ വന്നു. കാൺപൂരിൽ വന്നു ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 96 അതിനു മുമ്പ് തന്നെ ഇവിടെ ഞങ്ങളുടെ ചർച്ചിന്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭയങ്കര എതിരായിട്ട് ഒരു പത്രത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പത്രക്കാര് ഹാഫ് പേജ് ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ചൊക്കെ ഇട്ട് ഭയങ്കര ഇവിടെ കൺവെൻഷൻ ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു ഭയപ്പാടിലായിരുന്നു. എന്നാലും ഒന്നും സംഭവിക്കാൻ ഇടയായി തീർന്നില്ല. ഇപ്പോഴും ഞാൻ പറയാനാണെങ്കിൽ ഞങ്ങളുടെ അയലത്തുകാരൊക്കെ അവർ ഹൃദയം കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ പുറമേ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട്. ഞങ്ങൾ ക്രിസ്മസിനൊക്കെ അവരെ വിഷ് ചെയ്യാനും കേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യാറില്ല. എന്നാലും അവർ ഞങ്ങളോട് കാര്യമായിട്ട് എതിരായിട്ടൊന്നും നിൽക്കുന്നില്ല. അത് ഞങ്ങൾക്കൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇവിടെ.
അനേകർ വരാറുണ്ട് ചർച്ചിൽ, നിറച്ച ആൾ വരാറുണ്ട്. ചില ശബ്ദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാലും കർത്താവ് ഈ ചർച്ചിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു ഹിന്ദു എന്ന് വന്ന വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവരൊക്കെ ഞങ്ങൾക്ക് വളരെ കാര്യമായിട്ട് സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങളെ കാണുന്നുണ്ടെന്ന് പറയണം. കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുമ്പോൾ അവർ സ്വന്തം ആൾക്കാരെ പോലെ ഞങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. അതൊക്കെ ദൈവം ചെയ്തതാ. എൻ്റെ 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 റിലേഷൻസ് ആരും വരാൻ പറ്റത്തില്ല, അത്ര ദൂരെയും അവർ പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. എന്നാല് ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികൾ ഞങ്ങളെ സ്വന്തക്കാരെ പോലെ കാണുകയും ഇപ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് ഞങ്ങളെ സഹായിക്കുകയും അവര് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ് അവര്. അങ്ങനെ കർത്താവ് ആക്കി തീർത്തതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയം മനോഭാവങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട്, അവരുടെ കൂട്ടത്തിലുള്ള മീൻസ് അവരുടെ ബന്ധുക്കളെ പോലെ, അവരുടെ സ്വന്തക്കാരെ പോലെ ഞങ്ങളെ കാണുവാൻ തക്കണം കർത്താവ് അവരുടെയൊക്കെ ഹൃദയങ്ങളെ മാറ്റിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ഓരോ ആവശ്യങ്ങളിലും അവരെയൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട്, ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ ഞാൻ പറയാനാണെങ്കിൽ റീസെന്റ് എല്ലാ എല്ലാ ഒന്നാം തീയതിയും ജനുവരി 1 ഇവിടെ നല്ല എല്ലാവരും വിളിച്ച് ഞങ്ങൾ നല്ല മീറ്റിംഗ് നടത്തിയതിന് ശേഷം ആഹാരത്തിൻ്റെ എല്ലാ പ്രബന്ധം ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ കാര്യമായിട്ട് അത് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസി ബ്രദറാണ്. അതൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നറിയാം. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ കുറച്ച് പൈസ ഞങ്ങളും സഹായിക്കാം, ഞാൻ ജബർദസ്ത് ഞാൻ കുറച്ച് പൈസ സഹായിച്ചു. കാരണം നല്ലൊരു ചിലവാണ് ഇവിടെ ഇത്രയും പേർക്ക് കാന ഉണ്ടാക്കാൻ. അതെല്ലാ ചിലവും പുള്ളി തന്നെ എടുത്ത് ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊക്കെ യേശുവിനെ കുറിച്ച് ഇവിടെ വന്ന് അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളാണ്. അന്നേരം കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെല്ലാം എൻ്റെ കർത്താവ് ചെയ്തതാണ്. ഞങ്ങൾക്ക് പോരുവാനായിട്ടൊന്നുമില്ല. യേശുവിൻ്റെ കൃപ, യേശുവിൻ്റെ നീതി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ റൈച്ചസ്നെസ് ആണ് ഇതെല്ലാം. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ല. ആരും ഇല്ലെങ്കിലും യേശു അവർക്ക് വേണ്ടി സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം കൊണ്ടുവരും. ഇങ്ങനെയല്ല, എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെ. എന്തെങ്കിലും സഹായം പറഞ്ഞാൽ ഉടൻ സഹായിക്കാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു കാര്യത്തിനും ആരോടും പറയാനിടയിൽ വന്നിട്ടില്ല. അതെൻ്റെ ഒരു വലിയൊരു കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവ് എന്തൊക്കെ ആവശ്യം വന്നാലും, ഭയങ്കര ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ 3 പേരെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന സമയത്തും അങ്ങനെ അവരുടെ ഫീസിനായാലും അവരുടെ പുസ്തകത്തിനായാലും എല്ലാത്തിനും പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥന മാത്രം. പക്ഷെ ആരോടും പറയാനിടയായിട്ടില്ല. എന്നാൽ കർത്താവ് തക്ക സമയത്ത് തക്കതായ രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായാലും അവരുടെ ഫീസിനായാലും എല്ലാത്തിനും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഭയങ്കര അത് PGകളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ്, കടം വാങ്ങിക്കത്തില്ല. എന്തോ ആയാലും, എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ വന്നാലും കടം വാങ്ങിക്കത്തില്ല. ഉള്ളത് കൊണ്ട് ജീവിക്കണം. കുഞ്ഞുങ്ങളുടെ ഫീസായാലും കടം വാങ്ങിച്ച് പഠിപ്പിക്കുന്ന പരിപാടിയില്ല. അത് അങ്ങനെ ഞങ്ങളൊരു നിർണയം എടുത്തു. എൻ്റെ ഹസ്ബൻഡും അതുപോലെ ഭയങ്കര അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ ഹസ്ബൻഡ്. ഒന്നും ആരോടും ചോദിക്കത്തില്ല. PGകളുടെ കൂടെ വർഷങ്ങളായിട്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ട് ഉള്ള എൻ്റെ ഹസ്ബൻഡ് ഓഫീസ് സ്റ്റാഫായിരുന്ന അദ്ദേഹം ഡൽഹിയിലും അദ്ദേഹം ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. വീട്ടിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഒരു സഹായം ആരോടും ചോദിക്കത്തില്ല, കർത്താവിനോട് മാത്രം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ ആവശ്യങ്ങളും, നിങ്ങളുടെ ഹൃദയത്തിലെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലും അറിയുന്ന യേശു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തക്ക സമയത്ത് ചെയ്തു തരുവാൻ മതിയായവനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠന സമയത്തായാലും, ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങളായാലും, രോഗം വന്നാലും, ഈ UP വന്ന് കഴിഞ്ഞപ്പോഴേ വാസ്തവത്തിൽ ഞാൻ 2-3 പ്രാവശ്യം ഓർത്തിട്ടുണ്ട് UP അങ്ങ് പോകാമെന്ന്. കാരണം രോഗം, പൈസ ഇല്ല, പലവിധമായ പ്രശ്നങ്ങളാണ്. ഇവിടെ എങ്ങനെ കഴിയുമെന്നുള്ള ചിന്ത.
ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അന്നേരം ഇതും കേട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് യുപിയിൽ വന്ന മലയാളികളാരും ഇവിടെ നിക്കാൻ പറ്റിയിട്ടില്ല. അവരെല്ലാം ഓടിപ്പോയെന്ന്. അതുകൂടെ കേൾക്കുമ്പോ നമുക്ക് പിന്നെയും നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ദൈവം ഞങ്ങളെ നിർത്തി. ഞങ്ങള് നിന്നതല്ല. യേശു ഞങ്ങളെ ഇവിടെ നിർത്തി എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിർത്തും. ഹല്ലേലൂയ. നമ്മള് മനസ്സോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോഴ് ആരും സഹായിക്കാനില്ലെന്ന് വന്നാലും യേശു സഹായകനായി കൂടെയിരിക്കും. വാസ്തവത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ടീമിലോ എവിടെയെങ്കിലും പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാ. പിജികളിൽ ലില്ലിയാൻ്റെ അവരൊക്കെ ഞങ്ങളുടെ വളരെ സ്വന്തക്കാരാ. സ്വന്തം പോലെ ഞങ്ങളെ കരുതുന്നെ. പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും യേശുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യേശു ആർക്കും കടക്കാരനല്ല. കർത്താവിന് വേണ്ടി നമ്മളെല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാം വിട്ടിട്ട് ഇറങ്ങിയതാണെങ്കിൽ യേശു കടക്കാരനല്ല. ഓ, തക്ക സമയത്ത് തക്കതായ രീതിയിൽ ഏത് രീതിയിലുള്ള ആവശ്യമാണോ തക്കതായ സമയത്ത് ചെയ്തു തരുന്ന ഒരു യേശു ആണെന്ന് പറയുവാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിലും എല്ലാത്തിലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോള് വിവാഹിതരായിട്ട് ഒരു ഓസ്ട്രേലിയ മെൽബണിലായിരിക്കുന്നു. ഇളയ മോള് ഞങ്ങളുടെ കൂടെ തന്നെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ പഠനത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ പഠനത്തിന്റെ ഓരോ മാസത്തിലും കർത്താവ് അത്ഭുതകരമായി അവരുടെ ഫീസ് നടത്തിയിട്ടുണ്ട്. നല്ലൊരു സ്കൂളിലാണ് അവർ 3 പേരും പഠിച്ചത്. കർത്താവ് അത്ഭുതകരമായി നടത്തി. എൻ്റെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പൈസയ്ക്കൊന്നും കുറവൊന്നുമുള്ള കുടുംബമല്ല എൻ്റെ ആയാലും എൻ്റെ ഭർത്താവിന്റെ കുടുംബമായാലും. ഞങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ അനേകർ തയ്യാറാവും. പക്ഷെ യേശുവിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും യേശു തന്നെ ചെയ്യുന്നത്. യേശു തന്നെ ചെയ്തു. അപ്പൻ ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഞങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്കെല്ലാം യേശു കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ഹസ്ബൻഡും മറിഞ്ഞു വീണായിരുന്നു. അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ റൈറ്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴും എല്ലാ സഹായവും യേശു അപ്പച്ചൻ ചെയ്തു. ഞങ്ങൾ തളർന്നു പോകാതിരിക്കാൻ കർത്താവ് ഞങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കാ, കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ ദിവസവും അത്ഭുതകരമായി വഴി നടത്തി എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ നിമിഷം വരെ ഞങ്ങളെ സഹായിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ബെഡിലാണെന്ന്. അദ്ദേഹത്തിനും ആവശ്യമായ എല്ലാ ചെലവും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം വരെ കർത്താവ് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ചർച്ചും നല്ലൊരു ചർച്ച് കർത്താവ് തന്നിട്ടുണ്ട്. ഈ വിശ്വാസികളും ദൈവമക്കളും അവർ ഞങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കാനായിട്ട് തയ്യാറാണ്. കർത്താവ് അവരിൽ കൂടെയും അങ്ങനെ ഈ ചർച്ചിനെ വളരെ അനുഗ്രഹമാക്കി കൊണ്ടുപോകാൻ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അറിയുവാൻ കർത്താവ് ഈ നാളുകളിൽ ഒത്തിരി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എപ്പോഴും പറയുന്നതാ, നിന്നെ ഒരിക്കലും അനാഥനായിട്ട് വിടുകയില്ല. കർത്താവിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും ഈ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അനാഥനായിട്ട് വിട്ടിട്ടില്ല. കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതകരമായി ഓരോ ആവശ്യങ്ങളിലും ഞങ്ങളെ നടത്തിയെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവ് എത്ര വലിയവൻ. ഹല്ലേലൂയ. കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കോവിഡിന്റെയൊക്കെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ ഭയങ്കര ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒത്തിരി പഴയ വീടൊക്കെയാണ്. ഒത്തിരി താണാണ് ഇത് ഈ നിർമ്മിച്ചേക്കുന്നത്. റോഡിൽ നിന്ന് താഴെ. അപ്പൊ റോഡിന് താഴെ ആയപ്പോഴത്തേക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് 2020 ഭയങ്കര മഴ. 3 മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ്ലി മഴ. ആ മഴയിൽ എന്ത് പറ്റിയെന്നറിയോ? ഈ റോഡിലുള്ള എല്ലാ വെള്ളവും നേരെ വന്ന് വീട്ടിനകത്ത് കയറി. വീട്ടിൽ ഞങ്ങളുടെ മുട്ടിന്റെ അവിടം വരെ അങ്ങ് വെള്ളമായി. എന്ത് ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്തൊരവസ്ഥ. മഴ തീർന്നെങ്കിലേ എന്തെങ്കിലും പറ്റത്തുള്ളൂ.
മഴ 3 മണിക്കൂറിന് ശേഷം മഴ പതുക്കെ നിന്നപ്പോഴത്തേക്ക് പിന്നെ വെള്ളം ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അങ്ങനെ പോയി പോയി ഒത്തിരി വീട് മുഴുവനും ചെളിയായി, അഴുക്ക് കേറി, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാലും കർത്താവ് ആ സമയത്തും ഞങ്ങളാരും അസുഖപ്പെടാതെ, അസുഖമൊന്നും വരാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബെഡ്റൂമിൽ എല്ലായിടത്തും വെള്ളമില്ലാത്ത ഒരു അഴുക്ക് വെള്ളം കയറാത്ത ഒരു സ്ഥലവുമില്ല. എന്നാൽ ദൈവം ആ സമയത്തൊക്കെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, ഒരു അസുഖവും വരാതെ. അതുപോലെ ആ വെള്ളം പിന്നെ ഇറങ്ങിപ്പോയി. ആ വെള്ളം വന്നതിന് ശേഷം ഇതുവരെയും അങ്ങനൊരു വെള്ളപ്പൊക്കം വന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവെ, വല ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവില്ലേ. വാസ്തവത്തിൽ കർത്താവ് അതിന് ശേഷം ഒരു പ്രാവശ്യം പോലും വീട്ടിനകത്ത് വെള്ളം വരാതെ ഈ സമയം വരെ അപ്പച്ചൻ സൂക്ഷിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ചെയ്തായിരുന്നു. ഞങ്ങളുടെ ആങ്കൺ മുറ്റം കുറച്ച് മെല്ലായിട്ട് മേളിലോട്ട് പൊക്കി. വീട് താഴെയായെങ്കിലും ആങ്കൺ പൊക്കിയതിനാലും ആ ഒരു കാരണമാണ് വെള്ളം ഇപ്പം വരത്തില്ല. അങ്ങനെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ സമയത്തായാലും അയലത്തൊക്കെ ഭയങ്കരമായിട്ട് കോവിഡ് വന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിൻ്റെ കരുണ കൃപയും ഞങ്ങളെ സൂക്ഷിച്ചു. അടുത്തടുത്ത് വീടുകളാണ്, എന്നാലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അയലത്തൊക്കെ RSSകാരും BJPക്കാരും താമസിക്കുന്നത്. പക്ഷെ അവരാരും ഞങ്ങൾക്ക് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അകത്ത് ശരിയല്ലെങ്കിലും ദൈവം അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഓരോ കൃപയും ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലായാലും ഞങ്ങളുടെ രോഗാവസ്ഥയിലായാലും യേശു ഞങ്ങളെ ദിനം പ്രതി അത്ഭുതകരമായി നടത്തി എന്ന് പറയാം. കർത്താവ് ഓരോ പൈസയ്ക്കും ഓരോ ചെലവിനും തക്ക സമയത്ത് കർത്താവ് വഴികളെ ഒരുക്കി. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ മക്കളൊക്കെ നന്നായി പഠിച്ച് നല്ല നിലയിലെത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചു. ഞാൻ പറഞ്ഞു മോൻ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന, അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അതിൻ്റെ കൂടെ അവൻ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദൈവം അവനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഒരു ചർച്ച നടത്താനായിട്ടുള്ള എല്ലാം കർത്താവിന് കൊടുത്തിട്ടുണ്ട്, അഭിഷേകത്താൽ നിറച്ചിട്ടുണ്ട്. അവൻ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാവും യേശു അവനിൽ കൂടെ പ്രവർത്തിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികളെ ഒക്കെ അവൻ പറയുന്ന കേൾക്കുകയും വചനമൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് എൻ്റെ എൻ്റെ തലമുറ യേശുവിന് വേണ്ടി നിൽക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് അവർ വലിയ നിലയിലൊന്നും അതൊന്നും അല്ല, അവർ വലിയ നിലയിൽ കർത്താവ് ആക്കിക്കോളും. പക്ഷെ യേശുവിന് വേണ്ടി നിൽക്കുന്നത് കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു. അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുക. അവർ പൈസ ഉണ്ടാക്കുന്നതല്ല ഏറ്റവും ആവശ്യം, യേശുവിന് വേണ്ടി നിൽക്കുന്നതാണ്. യേശുവിന് വേണ്ടി നിൽക്കുമ്പോഴുണ്ടല്ലോ ബാക്കിയെല്ലാം കർത്താവ് തരും. കർത്താവിൻ്റെ വചനം ഇതാണല്ലോ പറയുന്നത്, പല ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടി തുമേ സകലതും തരുമെന്ന് വാക്ക് പറഞ്ഞതായ കർത്താവ് മത്തി 6:33 എഴുതിയിട്ടുണ്ടല്ലോ. ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയോ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ചെറുപ്രായത്തിലെ കർത്താവിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളും. അവരുടെ ഭാവിക്ക് വേണ്ടി ഒന്നും നമുക്ക് ഭാരപ്പെടേണ്ട ഓരോ ആവശ്യമില്ല. കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തോളും. എന്തെന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണമെന്ന്. യേശു പോലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയല്ല കരയേണ്ട. യേശു പറയുന്ന നമുക്കറിയാമല്ലോ സന്ദർഭങ്ങൾ. യേശു പറയാ, എനിക്ക് വേണ്ടിയല്ല കരയേണ്ടേ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് ഈ നാളുകളിൽ അതാ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി കരയണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയണം. അവര് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. അവര് കർത്താവിന്റെ സാക്ഷികളായി തീരണം. അവര് കർത്താവിന്റെ സാക്ഷികളായി തീരുമ്പോൾ അവരുടെ പിന്നെ വരുന്ന തലമുറകളും കർത്താവിന്റെ സാക്ഷികളായി നിൽക്കും. അതുകൊണ്ട് നമ്മള് മാതാപിതാക്കൾ ഇതാ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി കരയുക, നമ്മളെ മക്കൾക്ക് വേണ്ടി കരയും. ദൈവത്തിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവ് ഈ നിമിഷം വരെയും ഈ മരുഭൂമി എന്ന് പറയാൻ പറ്റും, ഈ കാൺപൂരിലെ ദേശത്ത് ഞങ്ങളെ അത്ഭുതകരമായി
പ്രവർത്തിക്കുവാൻ തക്കോണം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എനിക്കിപ്പോൾ അധികം എങ്ങും പോകാൻ പറ്റുന്നില്ല. ഞാൻ മറിഞ്ഞു വീണ് ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം. എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങ് ഗാവിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാവി വില്ലേജിൽ പോകുന്നതാണ്. ഈ ഈ ക്രിസ്മസ് സമയത്തും എനിക്ക് വില്ലേജിൽ എനിക്ക് പോകാനായിട്ട് നല്ലൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം എൻ്റെ സുഖമില്ലാതായിപ്പോയി. ശ്വാസം മുട്ടൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര ഒരു നിരാശ ഇപ്പഴും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തണുപ്പ് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഗ്രാമത്തിൽ വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഗ്രാമത്തിൽ പോയി പിന്നെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അതായത് ഒരു 4-5 വർഷത്തിന് മുന്ന് വരെ എല്ലാ സൺഡേയിലും ഞങ്ങൾ ഗ്രാമത്തിൽ പോകുമായിരുന്നു. എല്ലാ 2-3 ഗ്രാമം ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ചെറിയ ചെറിയ മീറ്റിംഗ് നടത്തുമായിരുന്നു. ആ ഒരു ആഗ്രഹം എനിക്ക് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കിടക്കുക. എനിക്ക് ഭയങ്കര ആഗ്രഹം പോയി അവരെയൊക്കെ വീണ്ടും കാണാനും വിസിറ്റ് ചെയ്യാനും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കാര്യം കർത്താവിനെ കുറിച്ച് പറയുവാനും യേശു എത്ര നല്ലവനെന്ന് പറയുവാൻ. യേശു നല്ലവനെന്ന് എപ്പോഴും പറയാൻ പറ്റും നമുക്ക് തന്നെ. ഏതൊക്കെ സന്ദർഭത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും എത്ര കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു രക്ഷകൻ എന്ന് പറയുവാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ വർഷം എനിക്ക് കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ കർത്താവിനെ സഹായിക്കും. എന്നെ കേൾക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എനിക്ക് ഈ വർഷം പോകണം. കഴിഞ്ഞ വർഷം എൻ്റെ ആക്സിഡൻറ്റും എൻ്റെ കാല് ഓപ്പറേഷനും ഒക്കെ ആയി എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. അടുത്തൊക്കെ പോകാൻ പറ്റിയെങ്കിലും ദൂരെ എങ്ങും പോകാൻ പറ്റിയില്ല. എനിക്ക് ഈ വർഷം പോകാനായിട്ട് എൻ്റെ ഭയങ്കര ആഗ്രഹം എനിക്ക്. കാരണം എനിക്ക് ഗ്രാമത്തിലുള്ള ആൾക്കാരെയാ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇവിടെ ഞാനിവിടെ ഇപ്പം ഞങ്ങൾ ഇത്തിരി ടൗണിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്നേരം ഇവിടെ ടൗണിലുള്ള ആൾക്കാർ വചനം കേൾക്കും എന്നുള്ളതല്ലാതെ ഗ്രാമത്തിൽ ചെന്ന് പറയുവാണെങ്കിലോ അവർ ശരിക്കും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയം നിറയും. നമ്മൾ എന്ത് പറയുന്നു അതുപോലെ അംഗീകരിക്കുവാനായിട്ട് ഹൃദയമുള്ള ആൾക്കാരാണ് വില്ലേജിലുള്ളവർ. അവരെടുക്കാൻ പോയി കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. കർത്താവ് സഹായിക്കുമെന്ന് വിശ്വസിക്കും. കഴിഞ്ഞ 25ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ സുഖമില്ലാതായി പോയതുകൊണ്ട് പോകാൻ പറ്റിയില്ല എനിക്ക്. പക്ഷെ ആ ഗാവിൽ ഞാൻ പോകും. ആ ഗാവ് 1-2 ഗാവുണ്ട് അവിടെ. വില്ലേജിൽ പോകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കർത്താവ് എന്നെ സഹായിക്കട്ടെ. പിന്നെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഞങ്ങളുടെ അയലത്തുള്ളവർ ഞങ്ങൾക്കെതിരായിട്ട് വന്നായിരുന്നു. 2-3 വീടിന് മുമ്പുള്ള ഒരു ബ്രദറൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഏതോ ഞങ്ങളെ പോയി പിടിച്ചിറക്കി കളയുമെന്നുള്ള ദേഷ്യപ്പെട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ അടുക്ക വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതുപോലെ അങ്ങ് തിരിച്ചുപോയി. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചായിരുന്നു. എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാനാ പാസ്റ്ററോട് സംസാരിക്കാനാ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറയാനാ വരുന്നത്. പക്ഷെ ഗേറ്റിൻ്റെ അവിടെ വരെ വന്നിട്ട് തിരിച്ചുപോയി. അത് ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അന്നേരം എനിക്കറിയാം ഇത് ദൈവമാ അവരെ ഇവിടെ ഒന്നും പറയിപ്പിക്കാനോ ഒന്നും എതിരായിട്ട് ചെയ്യിപ്പിക്കാനോ ഇടയാകാതെ ദൈവം അവരെ തിരിച്ചു കൊണ്ടുപോയി. എന്നാലിപ്പോൾ അവർ കാണുവാണെങ്കിൽ സന്തോഷമായിട്ട് സംസാരിക്കാറുണ്ട്. അവർക്കറിയാം എൻ്റെ ഹസ്ബൻഡ് ഇപ്പം വെളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല, കിടക്കാണ്. പക്ഷെ ഞങ്ങളെ കണ്ടാൽ അധികം സംസാരിക്കത്തില്ലെങ്കിലും ദേഷ്യമൊന്നും കാണിക്കത്തില്ല ഞങ്ങളോട്, എന്നോട് എൻ്റെ മകനോടൊന്നും. ഞങ്ങളോട് മീൻസ് നോർമലായിട്ട് ഇടപെടുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം അനേക ആയിരങ്ങൾ UP-യിൽ ഉള്ള കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. UP-യിലെ സേവകായി വന്ന സമയത്ത് വളരെ കഠിനമായിരുന്നു. എന്നാലിപ്പം അത്രയും കഠിനമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവ് ആളുകളുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ടിരിക്കുന്നു. അगर നമ്മൾ തയ്യാറായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ അവരോട് കർത്താവിൻ്റെ സ്നേഹ സുവിശേഷം നമ്മൾ പറയുമ്പോൾ അവരുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വില്ലേജിലൊക്കെ പോകുമ്പോൾ അവരുടെ ഫങ്ഷനിലൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം അവർ കാണുന്ന വളരെ റെസ്പെക്റ്റോടു കൂടി. അങ്ങനല്ല നമ്മളെ ഏതാണ്ട് വല്ലാത്തവരായിട്ടൊന്നും കാണുന്നില്ല. റെസ്പെക്റ്റോടു കൂടി അവർ കാണുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ജനങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊണ്ടിരിക്കുന്നു.
मेरे പ്രിയവും എന്നെ കേൾക്കുന്നവരെ, നമ്മൾ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ വേണ്ടി, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ കർത്താവ് ജനങ്ങളുടെ ഹൃദയത്തെ തുറക്കും. അവർ യേശുവിന് വേണ്ടി അവരുടെ ഹൃദയം സമർപ്പിക്കുമെന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ വളരെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ രണ്ടുപേരെ കിട്ടിയാലും ഞാൻ കർത്താവിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ ആഗ്രഹം എനിക്ക് വേണം. ഞാൻ എവിടെ ചെന്നാൽ യേശുവിനെ ഉയർത്തണം എനിക്ക്. എൻ്റെ യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പറയണം. അത് ഏത് സന്ദർഭത്തിലും പറയാം. കർത്താവ് എന്നെ സഹായിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഉത്തർപ്രദേശ് ഒരു വല്ലാത്ത പ്രദേശമല്ല, എന്നാൽ യേശു ഇവിടുത്തെ ജനങ്ങളെ നല്ല മനുഷ്യരാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ ഹൃദയത്തെ, അവരുടെ ചിന്താഗതികളെയൊക്കെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം, നമ്മുടെ ചർച്ച വരുന്ന വിശ്വാസികളെ കുറിച്ച് എനിക്കറിയാം. അവരുടെ ഹൃദയമൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മലയാളി ചർച്ച പോലെ കുറച്ച് വ്യത്യാസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു മലയാളി പോലും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടുത്തെ ആൾക്കാരെ കർത്താവ് ആ രീതിയിൽ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുക. വല്ലവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഹായിക്കാൻ വേണ്ടി തയ്യാറാവുക. ഏതെങ്കിലും ചർച്ചിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ എളുപ്പം ചെയ്യാൻ വേണ്ടി തയ്യാറായി. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് എനിക്കറിയാം. പണ്ടൊക്കെ എനിക്കറിയാം, ഞങ്ങൾ തുടക്കത്തിലെ ഇവിടെ ആണല്ലോ, വളരെ വർഷങ്ങളായി, 1994 തൊട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയം തൊട്ട് ഞാൻ കാണുക. ഇവിടെ തുടക്കത്തിലൊക്കെ അതേ ഭയങ്കര പാടാണ്. ആളുകളുടെ മനസ്സ് യേശുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പോലും അവർക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ അലഹബാദ് ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ എൻ്റെ ഒരു ഉപ്പാപ്പൻ, അതായത് എൻ്റെ പപ്പായുടെ ഒരു കസിന് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ അലഹബാദിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുക. ഞാൻ ഇങ്ങനെ ഞങ്ങൾ 5-6 പേരുണ്ട് ഒരു ജീപ്പിനകത്ത്. ഇങ്ങനെ നടന്നിങ്ങോട്ട് വരുമ്പം ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക, നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന്. നിങ്ങൾ കാഞ്ചാരെ മീൻസ് ക്യാക്കറേ അങ്ങനെ ചോദിച്ചത് ഞങ്ങളെ കണ്ടോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ യേശു മസിക്ക് വരുമ്പോൾ. അന്നേരം ആ സ്ത്രീ എന്നോട് ചോദിക്കാന്നേ, കോൺസാ മെഷീനെന്ന്. യേശു മസി ബോൾനെ സെ ഉनको समझ में नहीं आ रहा है. അത് അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിക്കുക, ഏത് മെഷീനെ കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെന്ന്. ഏത് മെഷീനാ നിങ്ങൾ എന്തോത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് അവർ ചോദിക്കുന്നത്. യേശു മസി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്ന മസി എന്ന് പറഞ്ഞാൽ മെഷീനായിട്ട് കണ്ടു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല അവർ. അതുകൊണ്ടാണ് അത് കേട്ടപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് ചിരി വന്നെങ്കിലും പിന്നെ ഞാൻ ഓർത്ത്, ദൈവമേ, ഇവർ യേശു മസി എന്ന് കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ടല്ലേ അവർ അങ്ങനെ സംസാരിച്ചത്. എന്നിട്ട് ആ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അലഹബാദില് ഇപ്പൊക്കെ എനിക്കറിയാം, ഇപ്പം ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉള്ള സ്ഥിതി അല്ല ഇവിടെ. ജഗ യേശുവിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാവാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു ആരെന്ന് ഇപ്പോൾ ആളുകൾക്ക് അറിയാം. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു മസി എന്ന് പറഞ്ഞാൽ മെഷീനാന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അങ്ങനെ പറയത്തില്ല. അവർക്ക് യേശു ആരാണെന്ന് ഇപ്പൊ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകര് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ മെഷീനായിട്ടല്ല, ക്രിസ്തുവായിട്ട് കാണുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വന്ന സിറ്റുവേഷനേ അല്ല ഇപ്പം. സിറ്റുവേഷൻ ഒത്തിരി ചേഞ്ചായി. വന്ന സമയത്ത് ആരും ഒന്നുമില്ല. എന്നാൽ ഇപ്പം എല്ലായിടത്തും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറിയ മിനിസ്ട്രികൾ, അനേക മിനിസ്ട്രികളുണ്ട്. അനേകരിൽ കൂടെ കർത്താവ് നോർത്ത് ഇന്ത്യയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു പേര് വരുന്നില്ല, പർദ്ദയുടെ പുറയിലാന്ന് പറയാൻ തക്കോണം അവര് കർത്താവിനെ അറിയുന്നുണ്ട്. അതൊരു വലിയ സന്തോഷത്തിന്റെ കാര്യമാണ്. ചിലർ പേടിയില്ലാതെ യേശുവിന് വേണ്ടി നിലനിൽക്കുക. എന്നാൽ ചിലരെ പേടിയാ, അവർക്ക് യേശുവിനെ അറിയുന്നതും ചർച്ചിൽ പോകുന്നതൊക്കെ കേൾക്കുന്നത് പറയാൻ പോലും പേടിയുള്ളവരുണ്ട് ഇവിടെ. എന്നാലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന ചർച്ചിലെ ആൾക്കാർക്ക് ഒരു ഭയവും ഇല്ല. അവർ യേശുവിന് വേണ്ടി നിലനിൽക്കുന്നു. യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ പറയുമ്പോൾ എന്തു പറയാനായിട്ട്,
കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് അവര് ഹിമ്മത്ത് ബലത്തോടുകൂടി പറയുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ ഒത്തിരി ഒത്തിരി സ്തുതിക്കുന്നു. അന്നേരം പറയാൻ ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ തുടക്കം ശരിയല്ലായിരുന്നു. മീൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു. എന്നാൽ എൻ്റെ ഒടുക്കം ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചർച്ചിൽ എൽ ഷേപ്പിലെ ചർച്ചാണ്. കോവിഡിന് മുമ്പ് ഭയങ്കര ആളായിരുന്നു. കോവിഡിന് ശേഷം നമ്മൾ പിന്നെ ഓൺലൈനിലൊക്കെ ആക്കിയതുകൊണ്ട് കുറേ പേര് ഇപ്പം വരത്തില്ല. ഓൺലൈനിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം ചർച്ചിൽ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ആരാധനയൊക്കെ. ഇപ്പോൾ ഒരു ആരാധനയെ നടക്കുന്നുള്ളൂ. പക്ഷെ ഒത്തിരി പേര് ഈ ഓൺലൈനിൽ അങ്ങ് ചേരും. അതാ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, കർത്താവ് ജനങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. നോർത്തിൻ്റെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശില്, ഹല്ലേലൂയ, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മിഷണറിമാരുടെ ശവക്കോട്ട പോലെ പറയുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പം ആ സ്ഥിതി മാറി. കർത്താവ് അനേകരുടെ ഹൃദയത്തെ തുറന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന് വേണ്ടി. അവർ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ ഇറങ്ങുന്നു. നമ്മുടെ ചർച്ചിലും ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയത്തെ കർത്താവ് ഇനിയും അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കണം. അത് നമ്മളുടെ പ്രാർത്ഥന ഫലമായി മാത്രമേ നടക്കത്തുള്ളൂ. ഞാനിത് ഭയങ്കരമായിട്ട് എൻ്റെ അനുഭവമാണ്. യുപിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ആളുകൾ പഠിക്കാൻ പോകാത്ത. ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇത്രേ പഠിക്കാൻ വേണ്ടി ഏത് ബൈബിൾ കോളേജിൽ എടുത്തു നോക്കുകയാണെങ്കിൽ യുപിയിലെ കുഞ്ഞുങ്ങളില്ല. യുപിയിൽ നിന്ന് ആളുകൾ കുറവാ ബൈബിൾ ട്രെയിനിങ് ചെയ്യുന്നത്. ഞാനത് കുറച്ച് നോക്കിയിട്ട് പറയുക. യുപി വളരെ കുറച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. ഇവിടെ പ്രവർത്തിക്കുന്നതെല്ലാം വേറെ ആൾക്കാരാ, വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നവരാ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. യുപിയിൽ നിന്ന് തന്നെ ആളുകൾ ഇറങ്ങണം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു. നമ്മുടെ ചർച്ചിൽ 1-2 കുഞ്ഞുങ്ങളിപ്പം ബൈബിൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മോളും പഠിക്കുന്നുണ്ട്, നാഗ്പൂരിൽ പോയി. പിന്നെ ഒരു ഒരു കൊച്ചു പയ്യൻ, അവൻ പഠിച്ച് ഇറങ്ങി ഹിമാചലിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ചിലരെയൊക്കെ കർത്താവ് ഇങ്ങനെ അതിനുവേണ്ടി ഒരുക്കുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഇത്രയൊന്നും പോരാ. ഈ യുപിന്ന് ആളുകൾ ഇറങ്ങണം. ഇനി നോർത്ത് ഇന്ത്യയിൽ വേറെ ദേശക്കാർ വന്ന് ചെയ്യണ്ട, ഇവിടുത്തുകാർ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യണം. അതാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. അതിനുവേണ്ടി കർത്താവ് പ്രവർത്തിക്കട്ടെ. ഇവിടെ ഉള്ള ആൾക്കാരെ സുവിശേഷീകരിക്കാൻ, ഇവിടെയുള്ള ആൾക്കാരെ തന്നെ കർത്താവ് യൂസ് ചെയ്യട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. ഉത്തർപ്രദേശിനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ ഇനിയുണ്ട്. പല ഗ്രാമങ്ങളും യേശുവിനെ കുറിച്ച് കേൾക്കാത്ത, ഞാൻ പറഞ്ഞല്ലോ, യേശു മസീഹ് എന്ന് പറയുമ്പോൾ ഏത് മെഷീനാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവണം. അതിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവമക്കൾ വരണം ഇവിടെ. ഇനിയും ഗ്രാമങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് ജനങ്ങളെ കൂടെ കൊണ്ടുവരാൻ, ഉത്തർപ്രദേശിൽ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ ഭർത്താവ് ബെഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം നോർമലായി തീരാനായിട്ട് കംസെക്കം അദ്ദേഹം എല്ലാം പറയണം, സംസാരിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കണം. അതായത് എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം. സംസാരിക്കണം, അദ്ദേഹം നോർമലായി തീരണം. പിന്നെ ഇവിടുത്തെ മിനിസ്ട്രി കർത്താവ് ചെയ്യുന്നത് അത് ഏറ്റവും അനുഗ്രഹമായി തീർക്കണം. ഇനിയും അനേകരിവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണം. ഇനിയും കുറേ പേര് സ്നാനപ്പെടാനുണ്ട്. അവരെല്ലാം കർത്താവ് ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ഇടയായി തീരണം. അതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഈ ഉത്തർപ്രദേശിനെ യേശുവിന് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ആ കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനം ഇനിയും ഈ പ്രദേശത്ത് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ സമയത്ത് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പരിശുദ്ധനും നിത്യനും വാക്കുമാറാത്തവനുമായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ
എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കേട്ടത് കർത്താവരുടെ വിശ്വാസത്തെ വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ കർത്താവെ. ഏത് തീച്ചുകളിൽ കൂടി കടന്നു വന്നാലും കൈവിടാത്ത ഒരു യേശു കൂടെയുണ്ട്. കർത്താവ് ഞങ്ങളെ വഴി നടത്തുമെന്ന് വിശ്വാസത്തോടുകൂടി മുന്നേറുവാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, കർത്താവ് ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഡാനിയൽ ജോൺ പാസ്റ്റർ, കർത്താവെ അവിടുന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അരോമ ഈ ടിവിക്ക് വേണ്ടി ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ഇത് ലോകമെമ്പാടുമാണ് കർത്താവെ ഈ വചനം ചെല്ലുന്നത് കർത്താവെ. അതിനായിട്ട് സ്തോത്രം. അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി, അനേകർക്ക് കർത്താവെ പ്രകാശമായി കർത്താവെ അരോമ ടി വിയെ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ഇനിയും കർത്താവെ അനേകരെ വിടുവിക്കണമേ. കർത്താവെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവർ യേശുവിനെ അറിയുവാൻ ഇടയായി തീരണമേ കർത്താവെ. അതിനുവേണ്ടി കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, സ്തോത്രം കർത്താവെ. ഇത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്തൃദാസിനെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയെ കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കഴിഞ്ഞ 40-ലധികം വർഷമായി വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കാൻ പ്രിയ ജെസ്സി ആന്റിയെയും കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ CK ജോർജ് പാസ്റ്ററെയും ദൈവം ഉപയോഗിച്ച ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഈ അവസരം ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ഒരുപാട് ബദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രാരംഭ ദിനങ്ങളിലെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിലും കടന്നുപോയ പാതകളിലൊക്കെയും കർത്താവിന്റെ കരവും സാന്നിധ്യവും കൂടെ ഇരുന്നത് കൊണ്ട് ഇന്നയോളം ദൈവം ജയോത്സവമായി വഴി നടത്തി. ഭൗമികമായി ഒരുപക്ഷെങ്കിൽ നാം ഒന്നും നേടിയില്ലെങ്കിൽ പോലും ആത്മീയമായി ഒരുപാട് ആത്മാക്കളെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു എന്നുള്ളത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പഞ്ചാബിലും ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത മിഷണറി വീരന്മാർ വളരെ വലിയ ഒരു ഗണമാണ്. അതിൽ അനേക പ്രിയപ്പെട്ടവര് വിവിധ നിലകളില് കൊല്ലപ്പെടുവാനും ആക്രമിക്കപ്പെടുവാനും തടവില് അകപ്പെടുവാനും പല രോഗികൾ ആയിത്തീരുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ നടുവിലും വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ ജെസ്സി ആന്റിയെയും കുടുംബത്തെയും കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊന്ന് ഓർത്തു പോവുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് മുന്നമേ, അതിനു മുന്നമേ അനേകം മിഷണറിമാർ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും വടക്കേ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും അവർ കടന്നുപോയി. അവരുടെ ജീവൻ അർപ്പിച്ചു, അവര് ബലി അർപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് അവിടെ ഒക്കെ വിതയ്ക്കപ്പെട്ടതായ വിത്ത് പോലെ അനേക നെൽമണികൾ ഇന്ന് അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്, കൊയ്ത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ്. വരണ്ട ആ ഊഷര മരുഭൂമിയുടെ അനുഭവങ്ങളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം ചെന്നപ്പോൾ, ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെട്ടപ്പോൾ അനേക ആത്മാക്കൾ ഇന്ന് കർത്താവിനെ അറിയുവാൻ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ കാലയളവിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ വിരോധികൾ ശക്തമായി എഴുന്നേറ്റ ഒരു കാലഘട്ടമാണ്. ഞാനൊന്ന് ഓർത്തു പോവുകയായിരുന്നു, ഈ പിന്നിട്ട വർഷങ്ങളിലൊക്കെ ഞാനും വടക്കേ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കർത്താവിന്റെ രൂപത്തിലായിരിക്കുന്നത്. ഈ കാലയളവിലൊക്കെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുകയും ഒരുപാട് ഓടുകയും ഒരുപാട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ സമീപകാലത്താണ് യേശുവിനെ കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ അറിയുവാനിടയായി തീർന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറിമാരായ ചില പ്രിയപ്പെട്ടവര് നിന്നതുകൊണ്ട് ഈ മിഷണറിമാരെ ആക്രമിക്കുവാൻ വന്നതായ അക്രമികൾ അവര് ശക്തമായിട്ട് സുവിശേഷ വിരോധികൾ
സുവിശേഷ വേലക്കാരെ ഉപദ്രവിച്ചത് നിമിത്തം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലായിടത്തേക്കും, എല്ലാ ഭാഷയിലേക്കും ഈ വാർത്തകള് തീ പടരുന്നത് പോലെ പടർന്ന് പിടിക്കുവാനിടയായി തീർന്നു. അതിന്റെ പിന്നില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവിശേഷ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. യേശു ആരാണെന്നും ക്രിസ്ത്യാനികൾ ആരാണെന്നും മിഷണറിമാർ ആരാണെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും ഇന്ന് ലോകം മുഴുവനും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ പോലും ഇന്ന് യേശുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക, യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുകിൽ അവര് യേശുവിന് എതിരായി തീരുന്നു, ഒന്നുകിൽ അവർ യേശുവിന് അനുകൂലികളായി തീരുന്നു. ഇത് രണ്ടും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കൂട്ടം ജനം യേശുവിന് എതിരായി നിൽക്കുകയും വലിയൊരു കൂട്ടം, അതിലേറെ ജനം ഇന്ന് യേശുവിനെ വിശ്വസിക്കുന്നവരും അറിയുന്നവരുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുൻപെന്നത്തേക്കാൾ ഉപരി സുവിശേഷത്തിന്റെ വ്യാപനം അതിവേഗം വടക്കേ ഇന്ത്യയിലും ലോകത്തെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷം സകല ജനവും അറിയുമ്പോൾ കർത്താവിന്റെ വരവ് ആകുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടുന്നത്. സുവിശേഷ വിരോധികൾ സുവിശേഷത്തിനെതിരായി, ദൈവത്തിന്റെ ജനത്തിന്, മിഷണറിമാർക്കെതിരായി, സഭയ്ക്കെതിരായി ആമേൻ അടച്ചിടുമ്പോൾ, ആമേൻ അവരെ വാതിലുകളെ കൊട്ടിയടയ്ക്കുമ്പോൾ, ദൈവദാസന്മാരെ ജയിലുകളിൽ അടയ്ക്കുമ്പോൾ, ആമേൻ ആ വാർത്ത ആമേൻ തീ പോലെ പടരുക. സ്തോത്രം. നമ്മുടെ നാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകൊണ്ട് നിശ്ചയമായിട്ടും നമുക്ക് പിന്നെയും ആമേൻ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചാകുന്നു എങ്കിലോ വളരെ ഫലം കായ്ക്കും. പ്രിയ ആന്റി, അങ്കിൾ, ആമേൻ ഏറെ വർഷങ്ങൾ കർത്താവിന് വേണ്ടി ആമേൻ കാൺപൂരിലും വടക്കേന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലും കർത്താവിന് വേണ്ടി നിലകൊണ്ടു. ഇന്നിപ്പോൾ ആമേൻ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് താനെ സ്ട്രോക്ക് വന്ന് കിടപ്പ് രോഗിയായി, സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് എഴുന്നേൽക്കുവാൻ വയ്യാതെ ആമേൻ ബെഡഡനായിരിക്കുമ്പോൾ, ആമേൻ അതുപോലെ കർത്താവിന്റെ ദാസി വീണ് ആമേൻ ഹിപ്പൊക്കെ ആമേനെ സർജറി ചെയ്ത് വളരെയേറെ വേദനയിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ ആമേൻ അടുത്തൊരു തലമുറ സുവിശേഷ ദൗത്യവുമായി ആ ദേശത്ത് എഴുന്നേൽക്കുവാൻ ദൈവം ഒരുക്കിയെടുത്തല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് പ്രിയ PG വർഗീസ് അങ്കിളിനെയും ആന്റിയെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുക. അവര് നിസ്വാർത്ഥമായി ദീർഘവീക്ഷണത്തോടുകൂടി വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അവരുടെ നല്ല ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി അവർ ജീവിതം സമർപ്പിച്ചതുകൊണ്ട് ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളും സഭകളും ആമേന് വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളില്, ലോകത്തിന്റെ വിവിധ ഇടങ്ങളില് കർത്താവിനെ അറിയുവാൻ, ദൈവത്തെ ഉയർത്തപ്പെടുവാൻ ആമേനെ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആ ദൈവദാസനെയും കുടുംബത്തെ ഇത്തരത്തിൽ സ്മരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ, IETയുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രിയ ആമേൻ ജെസ്സി ആന്റി കടന്നു വന്ന് ആമേൻ അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്തൃദാസിയുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ദൈവദാസിയെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആമേന് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. ഓൺലൈൻ മീറ്റിംഗിലൂടെ നിങ്ങൾക്കും അത് സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.